മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, എന്നും നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തെ പറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ വായനകളിലൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് നാം ഓരോരുത്തരും ദൈവഹിതത്തിന് കീഴ്വഴി ജീവിക്കാൻ പരിശ്രമിക്കണം എന്നുള്ള വസ്തുതയാണ്. അതേപറ്റിയാണ് നാം ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 50 മുതൽ 67 വരെ വചനങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിന് കീഴ്വഴങ്ങി ദൈവഹിതം അനുസരിച്ച് ജീവിച്ച കുറെ മനുഷ്യരെ പറ്റിയാണ്. നാം ഈ വായനയിൽ ലാബാനെ പറ്റി, റബേക്കയെ പറ്റി, ഇസ്ഹാക്കിനെ പറ്റിയാണ് വായിക്കുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഇവരെല്ലാവരും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചു. അവരെ എല്ലാവരും ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ദൈവത്തിന് അനുഗ്രഹം അവർ പ്രാപിക്കുകയും ചെയ്തു. നാം ഓരോരുത്തരും ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രീതികരമായവരായി തീരുന്നു. അങ്ങനെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വായന. 1 സാമുവേൽ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് സാമുവേലിന്റെ ജനനത്തെ പറ്റിയാണ്. നമുക്കറിയാം, ഹന്നയ്ക്ക് സന്തതികളില്ലായിരുന്നു. ഹന്നയുടെ ദുഃഖത്തെ പറ്റിയും പ്രയാസങ്ങളെ പറ്റിയും ഈ വായനയിൽ എഴുതിയിരിക്കുന്നു. ഹന്ന ദുഃഖത്താൽ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് ഹന്നയുടെ പ്രാർത്ഥന കേൾക്കുകയും ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുകയും അവളിൽ കൃപ കാണിക്കുകയും ചെയ്തു. അതിന്റെ പരിണത ഫലമായി നമുക്കറിയാം, സന്താനങ്ങളില്ലായിരുന്ന ഹന്നയ്ക്ക് ദൈവം സാമുവേലിനെ നൽകുകയാണ് ചെയ്യുന്നത്. ഒരു സന്താനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സന്താനമില്ലാതിരുന്നിട്ടും ഹൃദയം നൊന്ത് ഉപവസിച്ച് ആ സ്ത്രീ ഹന്ന പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഹൃദയവേദന കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവഹിതം അനുസരിച്ച് ഹന്ന പ്രവർത്തിച്ചപ്പോൾ, ദൈവഹിതം അനുസരിച്ച് ഹന്ന ജീവിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാമുവേലിനെ ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. സാമുവേലിനെ പറ്റി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈബിളില് എത്ര അത്ഭുതങ്ങളാണ് സാമുവേൽ ചെയ്യുന്നതെന്ന്. വീണ്ടും ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? നാം ഓരോരുത്തരും പ്രയാസങ്ങളിലും സങ്കടങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അത് വളരെ വലിയ അത്ഭുതമായിരിക്കാം, വളരെ വലിയ അനുഗ്രഹമായിരിക്കാം. ഹന്ന നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും വളരെ വലിയ അനുഗ്രഹം ദൈവം ഹന്നയ്ക്ക് നൽകുകയും ചെയ്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെ വചനങ്ങളിൽ പൗലോസിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും കർത്താവിനെ അനുഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ്. പൗലോസ് ഇപ്രകാരം എഴുതുന്നു: ക്രിസ്തുവിന്റെ ഹിതമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ ആരും ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പൗലോസിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന്റെ അഭീഷ്ടമനുസരിച്ച്, കർത്താവിന്റെ ഹിതമനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഭോഷന്മാരായി ജീവിച്ചതുകൊണ്ട് കർത്താവിനെതിരായി പ്രവർത്തിക്കരുതെന്നാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ ജനനത്തെ പറ്റിയാണ് നാം വായിക്കുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധ യേശുപിതാവിനെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴി ജീവിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷഭാവം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് പരിശുദ്ധ അമ്മ പറയുന്നത്? ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവഹിതത്തിന് ആ അമ്മ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ യേശുപിതാവ് നീതിമാനായെന്ന് സമയാസമയങ്ങളിൽ കർത്താവിന്റെ ദൂതൻ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി യേശുപിതാവ് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു ആ കുടുംബത്തിൽ പിറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ കുടുംബത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. വിശുദ്ധ ബൈബിൾ അതിന് സാക്ഷ്യം നൽകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയും യേശുപിതാവും അവർ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ വളരെ വലിയ അനുഗ്രഹമാണ് അവിടെ സംഭവിക്കുന്നത്. ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ജനങ്ങളെ കാണാൻ സാധിക്കും. ഇന്നത്തെ വഴി നാം കണ്ടു, ഹന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനം നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എന്നാൽ ദൈവത്തോട് അടുത്തിരുന്ന ദൈവഹിതത്തിന് ആ സ്ത്രീ തന്നെ വിട്ടുകൊടുത്തു. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി,
യേശുപിതാവിന്റെ സ്വപ്നത്തിലുണ്ടായ ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ വിശ്വസിക്കുകയും ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇന്ന് മിശിഹായുടെ പ്രിയപ്പെട്ട സഹോദരരെ, യൂട്യൂബിലൂടെ വചനം ശ്രമിക്കുന്ന സമയത്ത് നാം ഹന്നയെ പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്നെങ്കിലും, ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും, രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടെങ്കിലും, കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവഗതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം പ്രവർത്തിക്കും. കാരണം യേശു ഇമ്മാനുവേലാണ്, നമ്മോട് എന്നും വസിക്കുന്നവനാണ്. നമ്മൾ ഈ സമയങ്ങളിൽ ദൈവഗതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചില്ലെങ്കിൽ, ദൈവഗതം ജീവിച്ചില്ലെങ്കിൽ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല എന്ന് ഇന്നത്തെ വായനയുടെ ദൈവമേ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി യൂട്യൂബിലൂടെ അങ്ങനെ തിരുവചനം ശ്രമിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകിയ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് ചേർന്നിരിക്കാറില്ല. ഞങ്ങൾ അങ്ങ് അകന്നു പോകുന്നു. പലപ്പോഴും അങ്ങേക്ക് പിറുപിറുക്കുന്നു, വിശ്വാസത്തിൽ ക്ഷയം സംഭവിക്കുന്നു, പ്രാർത്ഥനയിൽ ഞങ്ങൾ അലസരായിത്തീരുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ വചനത്തിലൂടെ, ഇന്നത്തെ വായനകളിലൂടെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാലും ഹന്നയെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, യേശു പിതാവിനെ പോലെ അങ്ങനെ തീരുഹൃദയത്തിന് കീഴുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.